അച്ഛനെ കാണാൻ പോയായിരുന്നു ഗൈസ്. പക്ഷേ നമ്മൾ രാവിലത്തേക്ക് ടിക്കറ്റ് നോക്കിയപ്പോൾ രാവിലത്തേക്ക് ടിക്കറ്റ് ഇല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ രാത്രിയത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഒരു 9:15 അപ്പോൾ നമ്മുടെ തിയേറ്റർ വരുന്ന ഇച്ചിരി ദൂരമാണ് ഗൈസ്. അപ്പോൾ നമ്മളൊരു 6:30 ഇറങ്ങി അവിടെ എത്താൻ ഒരു 7:30 ആയിട്ടുണ്ടാവും ഗൈസ്. പിന്നെ സൺഡേ ഇതാണ് മോൾ ഓഫീസിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അവിടെ ഒരു 7:30 ആകുമ്പോൾ എത്തി. പിന്നെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. നമ്മളവിടെ ഇറങ്ങി ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ യൂണിക്കോണിൻ്റെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ വാട്ടർഫോളും അതും ഇതൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് അതിൽ കയറി. പിന്നെ അച്ഛന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ഗൈസ്. പിന്നെ ഗൈസ് അച്ഛനും വന്നു. പിന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. ഫാമിലി ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഇവരുണ്ടാവും നമ്മുടെ കൂടെ. അപ്പം നമ്മളും പ്രിയാൻ്റെയും ശീലാജാമനും ഫാമിലിയും ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാനൊക്കെ കയറി ഗൈസ്. പിന്നെ കഴിച്ചിട്ടും ഒത്തിരി സമയം ഉണ്ടായിരുന്നു ഗൈസ്. ബിക്കോസ് 9:15 അല്ലേ ഷോ. അപ്പോൾ നമ്മൾ കയറ്റി വിടുന്നതന്നെ 9:30. പിന്നെ ഒരു 9:30 വരെ അവർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചു ഗൈസ്. പിന്നെ അതൊക്കെ കയറി ദൃശ്യം 3 ഇതൊക്കെ തുടങ്ങി ഗൈസ്. എനിക്ക് പൊതുവെ പടം ഇഷ്ടപ്പെട്ടു. ബട്ട് ഈ ദൃശ്യം 1 ദൃശ്യം 2ൻ്റെ അത്ര ഒരു ലെവല് റീച്ച് ആയിട്ടില്ല. ബട്ട് കൊള്ളായിരുന്നു പടം, ഇഷ്ടപ്പെട്ടു. ഒരു 1 ടൈം വാച്ചിനുള്ളതൊക്കെ ഉണ്ട് ഗൈസ് പടത്തിൽ. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ സിനിമ കഴിയാനായിട്ടൊരു 12:30 ആയിന്ന് തോന്നുന്നു ഗൈസ്. അപ്പം മോളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോയി, എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒത്തിരി താഴോട്ട് പോകണം ഗൈസ്. 3 ഫ്ലോർ ഇറങ്ങി താഴോട്ട് പോകണം. അപ്പോൾ ഞങ്ങളങ്ങനെ എസ്കലേറ്ററിലൊക്കെ ഇറങ്ങി. ബിക്കോസ് ലിഫ്റ്റ് വർക്കിംഗ് അല്ല, രാത്രി ആയില്ലേ, ലിഫ്റ്റ് വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ നമ്മൾ എസ്കലേറ്ററിൽ വന്ന് പിന്നെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ കാർ എവിടെ വെച്ചെന്ന് തപ്പി കണ്ടുപിടിക്കണം. അങ്ങോട്ട് പോയി. ആദ്യം നമ്മൾ അങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് വന്ന്, പിന്നെ അവസാനം കാറൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ബൈ ഗൈസ്.